الحمد لله الذي جعل مكة بلدا آمنا وحرما مقدسا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد الذي شرفت به اللقاء، وعلى آله وصحبه الذي تعلقت قلوبهم ببيت الله الحرام، ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയമുള്ള സത്യാന്വേഷികളായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തിൽ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക എന്ന പ്രദേശത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അതിന് പവിത്രത കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ തന്നെ ഈ മക്ക എന്ന ഈ നാട് അല്ലാഹു പവിത്രമാക്കിയിട്ടുണ്ട്. അന്ത്യനാൾ വരെയും അതിന്റെ പവിത്രതയിൽ തന്നെ അത് നിലനിൽക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ വെച്ച് സ്വഹാബികളോട് ചോദിക്കുകയാണ്, ഈ ദിവസം ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയാം. കൂടുതൽ അറിയുന്നത് റസൂലും അല്ലാഹുവുമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഈ ദിവസം എന്നത് ഇത് പവിത്രമായ ദിവസമാണ്. ഈ നാട് ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ സ്വഹാബികൾ പറഞ്ഞു,
അതും അല്ലാഹുവിനും റസൂലിനുമാണ് കൂടുതൽ അറിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പവിത്രമാക്കപ്പെട്ട മക്ക എന്ന നാടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞതായി കാണാം. മക്ക എന്നത് പവിത്രമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതായി കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിശ്ചയമായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം മക്കയെ പവിത്രമായി പ്രഖ്യാപിക്കുകയും അതിന്റെ പവിത്രതയ്ക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞതായി കാണാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ചു തന്നതായി കാണാം. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ. എന്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് വൽയൗമിൽ ആഖിർ قال من كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. അങ്ങനെ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർക്ക് കായ്ക്കനികളും ആഹാരങ്ങളും നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹു പറയുകയാണ്, അങ്ങനെ വിശ്വസിച്ചവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ എന്നല്ല, വിശ്വസിച്ചവർക്കും വിശ്വാസമില്ലാത്ത ആളുകൾക്കും ഞാൻ ആഹാരം നൽകുന്നതാണ്. പക്ഷേ അല്പകാലത്തെ ജീവിതമായ ആ സുഖം മാത്രമാണ് അത്തരം ആളുകൾക്ക് ദുനിയാവിൽ അല്ലാഹു നൽകുകയുള്ളൂ എന്നാണ്. പിന്നീട് ആ സുഖം ദുനിയാവിൽ അനുഭവിച്ച വിശ്വസിക്കാത്ത ആളുകൾക്ക് നരകശിക്ഷ ഏൽക്കാൻ ഞാൻ അവരെ നിർബന്ധിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, അല്ലാഹു പവിത്രമാക്കിയ മക്കയിൽ അത് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും അവിടെ വസിക്കുന്നതിനുമെല്ലാം അവിടുത്തെ താമസത്തിന് മുഴുവനും അല്ലാഹു നിർഭയത്വം നൽകി എന്നതാണ്. അവിടെ യാതൊരു ഭയവും കൂടാതെ, യാതൊന്നിനും പേടിയില്ലാതെ നിർഭയത്വമായി താമസിക്കാൻ പറ്റുന്ന സ്ഥലം കൂടെയാണ് മക്ക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം, ഇന്നമാ ഉമിർതു അൻ അഅബുദ റബ്ബ ഹാദിൽ أن أعبد رب هذه البلد الذي حرمها وله كل شيء. ഈ രാജ്യത്തെ പവിത്രമാക്കി തീർക്കുക, ഇതിന്റെ രക്ഷിതാവിനെ ആരാധിക്കുവാൻ മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വസ്തുവും അത് അല്ലാഹുവിന്റേതാണ്. ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി കാണാം. ഈ മക്ക എന്ന രാജ്യം അത് പവിത്രമായി ആകാശലോകങ്ങളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ അതിന്റെ പവിത്രത സൂക്ഷിക്കണം, കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല, അവിടെ യാതൊരു ഭയവുമില്ലാതെ പേടിയുമില്ലാതെ നിർഭയമായി ജീവിക്കാൻ സാധിക്കുന്ന രാജ്യമാക്കി അല്ലാഹു അതിനെ മാറ്റി എന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കയിലേക്ക് ആയുധം ചുമന്ന് കൊണ്ടുവരിക എന്നത് നിങ്ങളിൽ ഒരാൾക്കും അനുവദനീയമല്ല എന്നാണ്.
മക്കയിലേക്ക് ആയുധങ്ങളുമായി കൊണ്ട് കടക്കുക എന്നത്. അന്നത്തെ കാലത്തും അത് ഇന്നും ഏത് കാലത്തും മക്കയിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. അവിടെ രക്തം ചിന്താൻ പാടില്ല. അവിടെ അനിഷ്ടകരമായ ഒരു പ്രയാസകരമായ ഒന്നും ആ നാട്ടിൽ, ആ രാജ്യത്ത്, ആ മക്ക എന്ന പവിത്രമാക്കിയപ്പെട്ട കഅബാലയം ഉൾക്കൊള്ളുന്ന ആ ഭവനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അല്ലാഹുവിനും അവന്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടമുള്ള നാടാണ് മക്ക എന്നത്. അബ്ദുല്ലാഹി ഇബ്നു അദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് ആരംഭിച്ച ആ കാലഘട്ടം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്ന് ഏൽക്കേണ്ടി വന്ന കഠിനമായ പീഡനങ്ങളും പ്രയാസങ്ങളും, ആ പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ ആ രാജ്യത്ത് നിന്ന്, ആ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പ്രവാചകനെ ശത്രുക്കൾ മക്കയിൽ നിന്ന് പുറത്താക്കുന്ന സമയം, അങ്ങനെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ഹറൂസിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഹദീ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും അല്ലാഹുവിന്റെ ഈ ഭൂമിയിൽ ഏറ്റവും പവിത്രമായത്, ഏറ്റവും നല്ലത് നീയാണ് എന്ന് മക്കയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് നീയാണ് എന്ന് മക്കയെ ചൂണ്ടിക്കാണിച്ച് പ്രവാചകൻ പറയുകയാണ്. നിന്നിൽ നിന്ന്, മക്കയിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് പറയുന്നതായി ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അത്രയും പവിത്രതയുള്ള നാടാണ് മക്ക എന്നത്. മാത്രമല്ല, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക എന്ന രാജ്യത്തിന് പ്രത്യേകം സുരക്ഷിതത്വം നൽകി എന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال ليس من بلد إلا سيطعن الدجال إلا مكة والمدينة ليس له من نقابها نقر إلا عليه الملائكة صافين يهرسونها. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ദജ്ജാൽ തവിട്ടാത്തതായ ഒരു നാടും തന്നെ ഇല്ല. ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ലോകത്ത് മുഴുവനും ദജ്ജാലിന്റെ അക്രമങ്ങൾ ഉണ്ടാകും. ദജ്ജാലുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രയാസങ്ങളും എല്ലാ നാട്ടിലും, എല്ലാ രാജ്യത്തും അത് വ്യാപകമായി ഉണ്ടാകുമെന്നതാണ്. ദജ്ജാൽ എത്താത്ത, ദജ്ജാൽ തവിട്ടാത്ത ഒരു നാടുമില്ല. എന്നിട്ട് പറയുകയാണ്, ഇല്ലാ മക്കത്തൻ വൽ മദീന, മദീനയും മക്കയും ഒഴികെ. ദജ്ജാൽ അവിടെ പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി ആ മക്കയുടെയും മദീനയുടെയും കവാടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൈഹിൽ മലായിക, മലക്കുകളെ അണിയണിയായി സഫായി നിർത്തിയിട്ടുണ്ട് എന്നാണ്, അതിന്റെ കാവൽക്കാരായി. അതുകൊണ്ട് ദജ്ജാലിന്റെ പ്രവേശനമില്ലാത്ത രാജ്യമാണ് മക്കയും മദീനയും. അതല്ലാത്ത മുഴുവൻ നാടുകളിലും, മുഴുവൻ സ്ഥലങ്ങളിലും ദജ്ജാലിന്റെ ഫിത്നകൾ ഉണ്ടാകും. അങ്ങനെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു സംരക്ഷിച്ച പവിത്രമാക്കപ്പെട്ട നാടാണ് മക്ക എന്നത്. അന്ത്യനാളിനോട് അടുക്കുമ്പോൾ ലോകത്ത് അവിശ്വാസം വർദ്ധിച്ചു വരും, വിശ്വാസികൾ കുറയും. അല്ലാഹുവിനെ ആരാധിക്കുന്നവർ, അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ അത് അന്ത്യനാളിലേക്ക് അടുക്കുന്തോറും ആ ആളുകൾ ചുരുങ്ങി 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 വരും, അവിശ്വാസികൾ വർദ്ധിച്ചു വരും. അങ്ങനെ ദീൻ രാജ്യത്ത് ഇല്ലാത്ത, ലോകത്ത് ഇല്ലാത്ത അവസ്ഥ വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈമാൻ ചെന്നു ചേരുന്ന നാടാണ്
അത് മക്കയാണ് ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, നിശ്ചയം ഇസ്ലാമിന്റെ തുടക്കം അത് ഗരീബായ അവസ്ഥയിലാണ് ഇസ്ലാം തുടങ്ങിയത്, അപരിചിതത്വത്തിൽ നിന്നാണ്. ആ അപരിചിതത്വത്തിലേക്ക് തന്നെ അത് മടങ്ങുകയും ചെയ്യും. അത് രണ്ട് പള്ളികൾക്കിടയിൽ ചെന്ന് ചേരും. ഏതുപോലെ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ചെന്ന് ചേരുന്നത് പോലെ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേതാണ് രണ്ട് പള്ളി, അത് മക്കയും മദീനയുമാണ്. മക്കയും മദീനയും ഒഴികെയുള്ള മുഴുവൻ നാടുകളിൽ നിന്നും ഇസ്ലാം ഇല്ലാതായി പോകുന്ന അവസ്ഥയുണ്ടാകും. അവസാനം ചെന്ന് ചേരുന്നത് മക്കയിലും മദീനയിലും മാത്രം. അവിടെ മാത്രമേ ഈമാനുള്ള ആളുകൾ ഉണ്ടാവുകയുള്ളൂ അവസാന കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള പവിത്രതയുള്ള നാടാണ് മക്കയും മദീനയും എന്നതാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനായി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട മസ്ജിദ് കൂടെയാണ് കഅബ സ്ഥിതി ചെയ്യുന്ന മക്ക എന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം അത് ബക്ക എന്ന് പറയുന്ന മക്കയിലാണ്. അത് അനുഗ്രഹീതമായ ലോകർക്ക് അനുഗ്രഹീയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുബാറക്കാണ്, വഹുദൻ ലിൽ ആലമീൻ, അതുപോലെ മാർഗദർശനവുമാണ് എന്നാണ്. മാർഗദർശനമായി, മുബാറക്കായി, ബറക്കത്താക്കപ്പെട്ട സ്ഥലമായി അത് നിലകൊള്ളുന്നു എന്നതാണ്. മാത്രമല്ല അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഭൂമിയിൽ ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട പള്ളിയെ കുറിച്ച് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവിടുന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മസ്ജിദുൽ ഹറാമാണ്. പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ച് സിയാറത്തിന് വേണ്ടി, യാത്രക്ക് വേണ്ടി പോകാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുള്ളത് 3 പള്ളികളിലേക്ക് മാത്രമാണ്. അതിലൊന്ന് ഏതാണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തശദ്ദു റിഹാൽ ഇല്ലാ ഇലാ ثلاثة മസ്ജിദിൽ ഹറാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 പള്ളിയിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. അതൊന്ന് മസ്ജിദുൽ ഹറാമാണ്. മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 മദീനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയാണ്, മദീന പള്ളിയാണ്. മൂന്നാമത്തെ മസ്ജിദുൽ അഖ്സ, അത് മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളിയിലേക്കാണ് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പുറപ്പെടാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ നാടുകളിൽ പല പള്ളികളിലേക്കും പല കേന്ദ്രങ്ങളിലേക്കും പല സിയാറത്ത് ടൂറുകൾ പോകുന്ന ആളുകളുണ്ട്. പുണ്യം പ്രതീക്ഷിച്ച്, ബറക്കത്ത് പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾ. അതൊന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. നമ്മളൊരു പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേകം പുണ്യം കിട്ടും, അവിടുന്ന് പ്രത്യേകം ബറക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനക്ക് വിരുദ്ധമാണ് എന്നതാണ്. വിദഅത്തായ ഹറാമായ യാത്രയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ വെച്ച് നമസ്കരിക്കുന്നവന്റെ പ്രതിഫലം പ്രവാചകൻ പറഞ്ഞു 1,00,000 പ്രതിഫലമാണ് ഒരു വക്ത് നമസ്കരിച്ചാൽ. അതുപോലെ പ്രതിഫലം എവിടെയുമില്ല. അത്രയും പവിത്രമായ നാടാണ് മക്ക എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട്, ആ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അത് നേടിയെടുക്കുവാനും അങ്ങോട്ട് ചെല്ലുവാനും യാത്ര പോവാനും ഉംറക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോവാനും പല ആളുകളും അതിന് അവസരം കിട്ടിയിട്ടും, അതുപോലെ മക്കയിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും, മക്കയുടെ പരിസരങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും ഈ പവിത്രതൊന്നും മനസ്സിലാക്കാതെ ജോലിയിൽ മാത്രം, ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന എത്രയോ ആളുകളുണ്ട്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മക്കയുടെ പുണ്യവും മക്കയുടെ പവിത്രതയും ഖിയാമത്ത് നാളിലെ നിലനിൽക്കുന്ന ആ പവിത്രതകൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കയുടെ പവിത്രത എന്നത് എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും പവിത്രതയും മഹത്വങ്ങളും അതിനുണ്ട്. അതിലൊന്നാണ് ലോകത്ത് ഇന്നും വറ്റാതെ നിലനിൽക്കുന്ന നീരുറവയായ സംസം എന്നത്. ആ സംസമിന്റെ നാടുകൂടെയാണ് മക്ക. ഈ പവിത്രമായ നാട്ടിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകനെ അയച്ചിട്ടുള്ളതും അവിടെയാണ് അന്തിമമായ വേദഗ്രന്ഥത്തിന്റെ അവതരണം ആരംഭിച്ചത്. ലോകത്ത് നമുക്കറിയാം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ പത്നി ഹാജറിനെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മക്കയിൽ കൊണ്ടാക്കാൻ പറഞ്ഞപ്പോ, ഇന്നത്തെ മക്കയല്ല, കാടുമൂടിക്കിടക്കുന്ന ജനവാസമില്ലാത്ത മക്കയിൽ ആരാരുമില്ലാതെ തനിച്ചാക്കി പോരുന്ന സമയത്ത് ഇസ്മായിൽ എന്ന ആ പിഞ്ചോപന പൈതൽ വിശന്ന് കരയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ട് അടിച്ച സ്ഥലത്ത് നിന്ന് ഉറവ കൊണ്ടുവരികയാണ്. അതിനാണ് സംസം എന്ന പേര് പറയുന്നത്. ആ ഉറവങ്ങനെ നിൽക്കാതെ വന്നപ്പോൾ ഹാജർ പറഞ്ഞതാണ് സംസം, നിൽക്കാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് സംസം എന്ന പേര് വന്നത്. ആ അന്ന് മുതൽ ഇന്ന് വരെ ആ സംസം എന്ന ആ സംസം കിണറിൽ നിന്ന് അതിന്റെ നീരുറവ വറ്റിയിട്ടില്ല എന്നതാണ്. എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ലിറ്റർ കണക്കെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ കൊണ്ടുവരുന്നത്. എന്നിട്ടും അത് വറ്റുന്നില്ല എന്നത് അതിന്റെ അത്ഭുതമാണ്. ആ സംസം നിലനിൽക്കുന്ന രാജ്യം കൂടെയാണ് മക്ക എന്നത്. മാത്രമല്ല, പവിത്രമായ നിർഭയത്വമുള്ള ഈ രാജ്യത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കുന്നതായി കാണാം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ മക്കയെ കൊണ്ട് തന്നെയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ ഒരു രാജ്യത്തെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടില്ല. അതും മക്കയുടെ മഹത്വമായി നാം മനസ്സിലാക്കണം. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യം തന്നെയാണ് സത്യം. മക്കയിൽ താമസിക്കുമ്പോഴും അവിടെ സന്ദർശിക്കുമ്പോഴും എല്ലാം ആ നാടിന്റെ പവിത്രത കളങ്കപ്പെടുത്തുന്ന യാതൊരു പ്രവർത്തനങ്ങളും ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം അത്തരം ആളുകൾ ശ്രദ്ധിക്കണമെന്നതാണ്. മക്കയിലേക്ക് പോകുമ്പോ അവിടെ വെച്ച് അതിന്റെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാകുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ ചെന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യുവാനും ഒക്കെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഹാജിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായ ആരോഗ്യത്തോടുകൂടി
മബ്റൂറായ മഖ്ബൂലായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ നിന്ന് ഒക്കെ ഹജ്ജിന് പോയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണമായ ആരോഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ പാപങ്ങൾ വന്നുപോയവരാണ് ഞങ്ങൾ. എല്ലാം അറിയുന്ന നാഥ, എല്ലാ പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. നാളെ പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ അർശിന്റെ തണൽ സുഖിക്കുമ്പോൾ ആ തണൽ നൽകി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അല്ലാഹുവേ, എരിവരി കൊള്ളുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന നല്ല രീതിയിൽ വർദ്ധിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. രോഗങ്ങൾ കൊണ്ട് വേദനകൾ സഹിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പരിപൂർണമായ ആരോഗ്യം നീ അവർക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വേദനകൾക്കും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ അവർക്ക് മായ്ച്ചു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയും പകരമായി സ്വർഗം നൽകുകയും ചെയ്യണം റഹ്മാനെ. കടങ്ങൾ കൊണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. നല്ല രീതിയിൽ ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. നല്ല മാർഗത്തിലൂടെ സമ്പാദിച്ച് കടങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നല്ല ജീവിതം നയിക്കുന്ന കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നല്ലത് വരുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ സിദ് هذا البيت تشريفا وتعظيما وتكريما ومحبة. اللهم اجعلنا من عمار بيتك الحرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.